ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നമുക്കിത് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത്, അത് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തവനെ കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റും. എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റ് ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രോഗികൾ കൊണ്ടേ കൊടുത്ത് ഇനിയിപ്പോൾ 90 ദിവസം അതവരെ കൊടുത്താൽ മതിയല്ല, മനസ്സിലായില്ലേ? 90 ദിവസം ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം. കുഴപ്പമില്ല, 90 ദിവസം വരെ കൊടുക്കാം, പട്ടണത്തിനെ കൊടുക്കുക. അപ്പം നമ്മൾ ഈ ദിവസം എണ്ണി കൊടുക്കും. അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണ്. അതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല. അത് നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ ഒരു തരം പ്രവർത്തനങ്ങളാണ്, മനുഷ്യ പ്രവർത്തനങ്ങളാണ്. അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം. പ്രേക്ഷിതം മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? വൺ ഹു ഈസ് സെൻറ്റ്, അല്ലേ? പ്രേക്ഷിതം അതായത് ഒരാളെ പറഞ്ഞു വിടുക. ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത്. അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത്. സംസ്കൃത വാക്കാണ്. അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ. എന്നുവെച്ചാൽ സ്വയം ചെയ്യണതല്ല. ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ടേക്ക് ദ ബെഡ് അപ്പ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതാണ് വിഷയം. ഞാനും അയക്കുന്നു. അടുത്ത വരി. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അപ്പോൾ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിന് അത് എൻസ്പിരിറ്റഡ് ആണ്, മനസ്സിലായില്ലേ? മറ്റൊരു സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂമൻ സ്പിരിറ്റഡ് ആണ്. ഇതിന് വ്യത്യാസം ഇതാണ്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം നമ്മൾക്ക് നമ്മുടെ IELTS പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്ന ഗുഡ് ബൈ, അവരും തിന്ന് നമുക്ക് സമാധാനം. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈയടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ്? ഈശോയാണ്. അപ്പ അയച്ചതാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ യേശുക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അത് പ്രേക്ഷിത പ്രവർത്തനമാകണത്. യേശുക്രിസ്തുവാണ് നിങ്ങളെ, കർത്താവേ ഒരു 10 പത്രം കയ്യിൽ എടുത്ത് അല്ലെങ്കിൽ 10 പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണല്ല രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗുണം. പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ടു. ജുബിൻ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ, അയാളുടെ ചെറുപ്പക്കാരനാണ്. അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾക്ക് 4 സപ്ലൈ ഉണ്ടായത്, പിന്നെ അത് കൂടി 7 സപ്ലൈ ആയി. പിന്നെ എന്ത് ചെയ്ത് അടുത്ത എഴുത്തിന് 7 സപ്ലൈ ആൾ ജയിച്ചു. അതാണ് വിഷയം. അപ്പോൾ പക്ഷേ അയാൾ ചെയ്യണ കാര്യം എന്താണെന്ന് അറിയാമോ? അതായത് വേറെ ബ്ലോസം എന്ന് പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രി ചെന്നപ്പോൾ. ബ്ലസ്സൻ, ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞൊരാളെ ആശുപത്രിയിൽ കണ്ടുമുട്ടി. ബ്ലസ്സൻ എന്താ? ബ്ലസ്സന് ക്യാൻസറാണ്. അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അയാളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ്, ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം. അവർ പോയി കുളിക്കുകയോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ജൂബിൻ പറഞ്ഞു, ബ്ലസ്സിൻ്റെ അമ്മയല്ലേ, അമ്മ വീട്ടിൽ പോയി കുളിക്കാൻ നിനക്കൊക്കെ ചെയ്തിട്ട് വാ, ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം. കളി വേണ്ട, അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. കളി മറന്ന കണ്ടില്ലേ? അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ? അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടായത് കൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ 1 മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ അവൻ മരിക്കാനായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജൂബിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ജൂബിൻ പോയി കണ്ടു. ജൂബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു. അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയേ.
അവസാന നിമിഷമാണ് അവനെ ശുശ്രൂഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ഈ ജൂബിനെ ഈ ബ്ലസ്സനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും, കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല. അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കാലഘട്ടത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിയേ. ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ്? അതായത് അത് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിഭാവനതയാണ് മാനദണ്ഡമാണിത്. എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആദ്യകാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയണത് അതാണ്, ഉടമ്പടി ഉടനടി പരിഹാരം. ഒരു സംശയമില്ല കാര്യത്തിൽ, നിങ്ങൾ പാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും 10,000 ഇപ്പോഴും ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ 10,000 അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ട് ഇന്ന്. എന്താ കാര്യം? കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഉദാഹരണത്തിന് 1 Corinthians 3:1 എടുത്തേ. സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. പൈതങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് മിഠായി, ബലൂൺ, അതുപോലെയുള്ള കളിപ്പാട്ടം, ഇങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, അവർ കിട്ടിയാൽ മാത്രമേ മദറിൻ്റെ സ്നേഹം. നിങ്ങൾക്കറിയാവില്ല, ഇപ്പം കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ്? പലപ്പോഴും ആയമാരെ വിളിക്കണതല്ലേ. നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ 4 ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും, നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്നതായിരിക്കും ബംഗാളി ചേച്ചിമാരായിരിക്കും. അപ്പം നമ്മുടെ മക്കൾ അവരെന്തെന്ന് വിളിക്കും? അമ്മയെന്ന് വിളിക്കും. നിങ്ങളെന്തെന്ന് വിളിക്കും? ആയെന്ന് വിളിക്കും. ഇതാണ് പ്രശ്നം. പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത്? ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ. പറഞ്ഞിട്ട് കാര്യമില്ല, ആര് കൊടുക്കുന്നു. അമ്മ എപ്പോഴും അമ്മയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നിനു വായിച്ചത്. സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. സംസാരിക്കാൻ സാധിക്കും. ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യം 1 തിമോത്തി 4:8 എന്താണ്? ആത്മീയ മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നിത്യജീവനെക്കുറിച്ചായിരിക്കും. ജഡിക മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഈ ജീവിതത്തിന് വേണ്ടിയായിരിക്കും സംസാരിക്കണത്. അപ്പോൾ ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ? അതാണല്ല ഉടമ്പടി. ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, അവർക്ക് ജോലിയില്ല, അവരുടെ വിവാഹം നടക്കണില്ല, അവർക്ക് രോഗമാണ്. ഇതല്ലേ പരിശുദ്ധ ഉടമ്പടിയിലൂടെ ഈശോയോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി ഈ വിഷയം സമാധാനം ഉണ്ടാകുന്നത്. പക്ഷേ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തു പ്രതിഷ്ഠിക്കുന്നത്. 1 Corinthians 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിർഭാഗ്യരാണ്. അപ്പം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണം എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കണത്. വെച്ചാൽ ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി, പിന്നെ എന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങൾ ചില കാര്യങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം, നിങ്ങളെന്താണ്? നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്നു എന്ന്. എന്താ കാര്യം? എന്താണ്? ദൈവം ഈ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഒരു 3-4 കാര്യങ്ങൾ പടപെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്നതല്ല. അർത്ഥം എന്താണ്? നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. മലയാളിക്ക് ഒരു കുഴപ്പമുണ്ടായി. മലയാളിക്ക് എല്ലാം
മലയാളിക്ക് എന്ത് ബൈബിൾ പഠിച്ചാലും അവനെ നയിക്കുന്നത് പഴഞ്ചൊല്ലായിരിക്കും. മലയാളി എന്ത് ബൈബിൾ, മലയാളിയുടെ ഒരു ദുരന്തം അതാണ്. എന്ത് ബൈബിൾ അവൻ പഠിച്ചാലും അവനെ നയിക്കണത് ആരായിരിക്കും? പഴഞ്ചൊല്ലായിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്നൊരു വൈറസാണ് ഈ പഴഞ്ചൊല്ല്. ഇപ്പം നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും പണിയായി. അതേ സംഭവം മലയാളം അങ്ങനെ ചെയ്യത്തുള്ളൂ. അവൻ അർത്ഥ കൈക്ക്. അപ്പോൾ ഈ ബേസിക് സ്വഭാവങ്ങളുള്ള കാരണം തന്നെ ദൈവാനുഗ്രഹം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ അവബോധം, നമ്മുടെ സാംസ്കാരിക അവബോധം മനസ്സിൽ കിടക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ബൈബിളേതരമായി നിലവാരപ്പെട്ടിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ദൈവത്തെ സ്വീകരിക്കാത്ത ഒരു ജനതയുടെ സ്വയം പ്രകാശനങ്ങളാണ്. അതാണ് പഴഞ്ചൊല്ലെന്ന് പറയണത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെതിരാണ്. നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ കർത്താവ് എന്ന് പറയും നിങ്ങൾ അളക്കുന്ന അളവ് പോലോട് തന്നെ തിരിച്ച് നിങ്ങൾക്ക് മാത്രം അളന്നാൽ പറ്റത്തില്ല. മത്തായി 7:2 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾക്കും അളന്ന് കിട്ടും. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ലൂക്കാസ് സുവിശേഷമാണ് നല്ലത്. ലൂക്കാസ് സുവിശേഷം 6:38 അവസാനമാണ് പറയണത്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അതൊക്കെ മുമ്പ് പറഞ്ഞ വാക്ക് എന്താണ്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പറഞ്ഞത്. അതിക്ക് മുമ്പ് പറയാം, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് കിട്ടും? അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് കൈ നീളത്തില്ലെന്ന് നമ്മൾ ദൈവം കൈ നീളത്തില്ലെന്ന് അർത്ഥം. നമ്മൾക്ക് കൈ നീളത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ നീളത്തില്ലെന്നാണ് ഈ പറയണത്. കേൾക്കുമ്പോൾ അവർക്കും നമുക്ക് കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കും. പക്ഷേ എങ്ങനെ കൊടുക്കണം? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അളക്കണം ആദ്യം. നിങ്ങൾ അളക്കുന്ന അളവ് അല്ലാതെ ദൈവമാണല്ലോ ആദ്യം അളക്കണത്. ആ വചനം വായിച്ചേ. ലൂക്ക 6:38. ലൂക്ക 6:38. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഞാൻ എന്താ ഇത് വായിച്ചപ്പോഴേക്കും ഈ ജുബിനുണ്ടല്ലോ നിത്യത സമൃദ്ധമായിരിക്കും. എന്താ കാര്യം? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് അവൻ പോകുന്നില്ലല്ലോ, 1 മാസം അവിടെ നിന്നില്ലേ? അതാണ് സംഭവം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹം. ഇപ്പം നിങ്ങൾ ഓർക്കും ശരിയാണ്, കൊടുക്കുകയും നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് IELTS പാസ്സാവുന്ന വെച്ചാൽ പറയണം. ശരി, ഇപ്പം നമ്മുടെ പുരയുടെ വിറ്റുപോകും, നല്ല വിലക്ക് വിറ്റുപോകുമായിരിക്കും. നിങ്ങൾ ഞാൻ പറയണതൊന്ന് ചിന്തിക്കണ വേറെ. നിങ്ങൾ കൊടുക്കും, ശരി അവന് നമ്മൾ ആണെങ്കിൽ നമുക്ക് 2 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം, 10 ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത്? അപ്പോൾ ജോലി കിട്ടുമല്ല, അപ്പോൾ ശമ്പളം കിട്ടുമല്ല, അപ്പോൾ നമ്മൾ 100 ഉടുപ്പ് തിരിച്ച് വാങ്ങിക്കാമല്ല. ഇങ്ങനെ ഭാഗികമായിട്ടും മാനുഷികമായിട്ടും ക്യാഷും കയ്യിലാണ് വചനം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ പ്രശ്നം? ഈ നിത്യതയെക്കുറിച്ചാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കിക്കൊള്ളുവേ. നിത്യതയെക്കുറിച്ചാണ് ഇതെല്ലാം പറയണത് പലതും. അപ്പോൾ ജൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്ത്? 1 മാസം പോയി നിന്ന്. അപ്പോൾ അവന് എന്താ കിട്ടാൻ പോണേ? നിത്യതയാണ് അതിന് വരാൻ പോണത്. അവൻ്റെ ഇതിനോടുകൂടി നിത്യത. അപ്പോൾ നിങ്ങളൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ ജീവിതത്തിൽ എന്താ അച്ഛൻ ഈശോ ഒന്നും പറയാത്തത്? അങ്ങനെയാണ് ചേർത്ത് നൽകുമെന്ന് ഈശോ പറയണത്. വരാനിരിക്കുന്ന രാജ്യത്ത് നിത്യജീവനം. വരാനിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഡിമാൻഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഉടമ്പടിക്ക് വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 10:29-30. മർക്കോസ് 10:29-30. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴേ ആ കൊടുക്കണ ആ സമയത്ത് ചില ആൾക്കാർ പറയത്തില്ലേ, എന്ത് കൊടുത്താലും ആ കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്. മലയാളത്തിലുള്ള സംഭവമാണ്. എന്താണ്? കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്.
നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും ആ 5 മാസത്തേക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും. 6-ാം മാസം നമ്മളെ കാണുമ്പോൾ കണ്ട ഇതുപോലെ ഉണ്ടാകത്തില്ല. ദൈവം അങ്ങനെ അല്ലെന്നായി പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ കൊടുക്കുമ്പോൾ പാത്ത പറഞ്ഞ് തന്നെ കൊടുക്കണം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണത് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് മനസ്സിലായി. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കും ഇത്തിരി ആൾക്കാർ. നടത്തപ്പോൾ ഞാൻ കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണതും ശുശ്രൂഷകളെല്ലാം സഹായിക്കണതും എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ നിങ്ങളും എൻ്റെ ദൈവത്തിലെ ഇപ്പോൾ ഇത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സമയമാണ്. ഇപ്പം അച്ഛൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിവിടെ ഒന്ന് നിൽക്കാം, ഒരു കുഴപ്പമില്ല. വേണം 5 കൊല്ലം വേണം 5 കൊല്ലം നിൽക്കാം, 3 കൊല്ലം വേണം 3 കൊല്ലം നിൽക്കാം, ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. അതൊക്കെ പക്ഷേ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. കാര്യം ഇവിടെ നിൽക്കുന്നവർ വെറുതെ ഒരു ധ്യാനകത്തിൽ പോയി നിൽക്കുകയല്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണെന്നുള്ള രീതിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണ്. ആ കാര്യത്തിൽ ബോധ്യമുള്ളവരായിരിക്കണം വരേണ്ടത്. ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടാകണം. അല്ലാത്തവർ 5 കൊല്ലം ഈ പ്രത്യക്ഷീകരണത്തിൽ ബോധ്യമില്ലാത്തവർ 5 കൊല്ലം വന്നാലും പണിക്കാരാണ്. ആ പണി കഴിഞ്ഞ് പോകും. ഞാൻ അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു. അങ്ങനെ എത്ര പേര് ഇവിടെ വന്ന് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഐ എം നോട്ട് സീയിങ് പേഴ്സണലി ദം. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കണത് എപ്പോഴും എന്താണ്, പ്രത്യക്ഷീകരണത്തെ ഇവർക്ക് ബോധ്യമുണ്ടോ, മാതാവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവർക്ക് ബോധ്യമുണ്ടോ, അതനുസരിച്ച് തന്നെയാണോ അവരുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോണത്. അവിടെ സംസാരങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഒരു അഭിഷേകദാനമാണ്. അത് കിട്ടാതെ ആരെല്ലാം ഇവിടെ ഒരു ജന്മം ഇവിടെ നിന്നിട്ടൊരു കഥയില്ല. അപ്പോൾ വരാൻ പോകുന്നവരെ പ്രേക്ഷിത ആണായാലും പെണ്ണായാലും ഓർക്കുക, മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് കൃപാസനത്തിൻ്റെ ആ ഹൃദയസ്പന്ദനമെന്ന് പറയണത്. ആ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ദൈവം തന്നെ നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരണത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പേര് സാറ, ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ US പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. നിങ്ങൾക്കറിയാം ബാക്കിയുള്ള കൺട്രീസ് പോലെയല്ല, അമേരിക്കയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1.5 വർഷമായിട്ട് ഞാൻ എൻ്റെ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ദിവസം ഞാൻ എൻ്റെ വിസയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അത് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണിക്കുന്നില്ല വിസയുടെ സ്റ്റാറ്റസിൽ. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു ഭയങ്കരമായിട്ട്. എൻ്റെ ഹസ്ബൻഡ് US വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ ജാനുവരി 15-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിസ അപ്രൂവായി US വരാൻ വേണ്ടി. അപ്പോൾ അന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. എന്നാലും ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തിനുള്ളിൽ വരുമായിരിക്കുമെന്ന്. 6 മണിക്ക് നോക്കിയിട്ട് എനിക്ക് മെയിലൊന്നും വന്നില്ല. എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ ഇപ്പോൾ കാശിരൂപം കൈ പിടിച്ച് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നേരം എൻ്റെ മൊബൈലിട്ട് കുറേ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വിസ അപ്രൂവലായി എനിക്ക് വന്നു. പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ MSc നഴ്സിംഗ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ എനിക്കൊരു കോളേജിൽ ലെക്ചറായിട്ട് പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് പത്രം വഴിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ചേച്ചി പത്രം കൊണ്ടുപോയി തന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഡേറ്റിൽ തന്നെ എനിക്ക് ലെക്ചറായിട്ട് നല്ലൊരു കോളേജിൽ ജോലി കിട്ടി. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഞങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേയ്സ് ഒക്കെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ധ്യാനത്തിൽ വന്ന് കൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ലീവ് ചോദിച്ചു വേണം എല്ലാ മാസവും വരാനായിട്ട്. അപ്പോൾ ലീവ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ മാതാവ് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാവാം എന്തായാലും ഞങ്ങൾക്കിപ്പോൾ സെക്കൻഡ് സാറ്റർഡേയ്സ് എല്ലാം ലീവായിട്ട് കിട്ടി. പിന്നെ എൻ്റെ അനിയൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അവൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ബാങ്ക് ലോൺ എല്ലാം സാങ്ഷനായി കിട്ടി. അവൻ്റെ വിസ എല്ലാം അപ്രൂവലായി വന്നു. അവൻ ഏപ്രിൽ 13-ാം തീയതി കാനഡയ്ക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഇച്ചിരി മടിയുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു കാര്യം 3 പ്രാവശ്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ആൾ അത്രയ്ക്ക് സ്മാർട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾ തമ്മിൽ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. ഫ്രോസൺ ഷോൾഡർ എന്നാണ് അതിന് പറയുന്നത്. കൈ ബാക്കിയിട്ടൊന്നും പോകത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് വെച്ചായിരുന്നു. പിന്നെ അമ്മ ആരാധന കൂടി പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കൈയുടെ വേദനയൊക്കെ മാറി. ഇപ്പോൾ വീട്ടിലെ എല്ലാ പണികളും നന്നായി ചെയ്യുന്നു. പിന്നെ എൻ്റെ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ 27 വയസ്സായി. 27 വർഷം
ഇതിന് മുമ്പ് എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കിട്ടാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ എൻ്റെ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ കാർഡ് ഉണ്ട്. ആ കാർഡ് എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ ഇരിക്കേണ്ടായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി ആ കാർഡ് കിട്ടുകയും ചെയ്തു. അത് കാരണമായിട്ട് അത് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ എനിക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അമ്മ റെഡിയാക്കി തരുകയും ചെയ്തു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് USC പോകാനായിട്ട് ഒരു എക്സാമിന് വേണ്ടി അപ്പയർ ചെയ്യണം. അപ്പോൾ ആ എക്സാമിനുള്ള പ്രോസസ്സിങ് ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ്റെ BSc നഴ്സിംഗ് MSc നഴ്സിംഗ് പഠിച്ച സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കാണ്ടായിരുന്നു. അവരത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ പേപ്പേഴ്സൊക്കെ റിജക്ഷനായി വരിക ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനെ ഒത്തിരി മധ്യസ്ഥയായി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെത് ആക്സെപ്റ്റായി വരികയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവും തിരുകുമാരൻ എനിക്ക് തന്നതിൽ 1000 കോടി നന്ദി അർപ്പിക്കുന്നു. Praise the Lord. Hallelujah. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് തുമ്മലുണ്ട്. 15 വർഷത്തോളമായിട്ടുള്ള തുമ്മലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തേ തൊട്ടുള്ളതാണ്. എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാൻ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ തുമ്മൽ വരുന്നതെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം 60-70 പ്രാവശ്യമൊക്കെ ഞാൻ തുമ്മുമായിരുന്നു രാവിലെ. അപ്പോൾ 2-3 തുവാലകൾ തുമ്മി ഫുൾ അന്ന് അനഞ്ഞിരിക്കും. അവസാനം തുമ്മി എൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്. ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടി ചോര വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തുമ്മൽ ഒത്തിരി കുറഞ്ഞു. ഇപ്പം ഞാനൊരു ദിവസം 3-4 പ്രാവശ്യമേ തുമ്മത്തുള്ളൂ. ഇപ്പം എനിക്ക് അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. 90% എൻ്റെ തുമ്മൽ മാതാവ് മാറ്റിത്തന്നു. ഇത്ര എല്ലാ അനുഗ്രഹത്തിനും 1000 കോടി നന്ദി. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഈ ആൾത്താരയിൽ എന്നെ നിർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 10-15 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്തായിരുന്നു. അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ഞാൻ ഒരു ചെറിയ ജോലിക്ക് പോലും ട്രൈ ചെയ്തു. പക്ഷേ കിട്ടിയില്ല. 9 മാസത്തോളം ജോലിയില്ല. ഞാനിവിടെ അലഞ്ഞു. അവസാനം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ പ്രാവശ്യം പുതുക്കിയ ശേഷം എൻ്റെ പഴയ കമ്പനി എന്നെ 5 മാസത്തെ ജോബിന് അവിടെ വിളിച്ചു. ഒരു സപ്ലൈ കമ്പനി എന്നെ സപ്ലൈക്ക് വിട്ടു. ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം അവിടുത്തെ ഒരു എവറേറ്റ് യുവാവ് അവിടുന്ന് റിസൈൻ ചെയ്തു പോയി. ആ കമ്പനിയിൽ എന്നെ ആ പോസ്റ്റിലേക്ക് അവർ എന്നെ നിയമിച്ചു. 28 ദിവസം ജോലി, 28 ദിവസം അവധിക്ക് എനിക്ക് ജോലി കിട്ടി അവിടെ. പിന്നെ രണ്ടാമത്തെ എൻ്റെ മോളുടെ SSC പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി നല്ല റിസൾട്ട് കിട്ടാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടി, നല്ല വിജയം മാതാവ് തന്നു. മൂന്നാമത്തെ നിയോഗം, എൻ്റെ വൈഫിന് വർഷങ്ങളായിട്ട് അലർജി ആയിരുന്നു. രാവിലെ എണീച്ചാൽ തുമ്പലും ചീറ്റലും ആയിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായി മാറി. ഇപ്പോൾ രാവിലെ ഒട്ടും തുമ്മാറില്ല. പിന്നെ ഉടമ്പടി വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വയറ്റിലെന്ന് പറയാൻ പറ്റില്ല, വാരിയലിൻ്റെ അകത്തെ ഒരു 12 വർഷത്തോളമായിട്ട് വേദന. അത് എന്ത് ചെയ്യണമെന്നോ വേദന ഒന്നും അമക്കാൻ പോലും പറ്റില്ല, വാരിയലിൻ്റെ അകത്തായതുകൊണ്ട്. അപ്പോൾ ഒത്തിരി വിഷമിച്ചിരുന്നു, ഒത്തിരി മരുന്ന് കഴിച്ചു, എൻഡോസ്കോപ്പി ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒരു കുറവുണ്ടായില്ല. അവസാനം ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അതെപ്പോഴും മാറി. എനിക്കറിയില്ല. പിന്നെ കാലിൻ്റെ മുട്ടുവേദന, ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, ഓയിൽ ഫീൽഡായ കാരണം ഒത്തിരി സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യണമായിരുന്നു. അപ്പം കാലിൻ്റെ 2 മുട്ടിനും വേദന കാരണം ജോലി ഭയങ്കര ബുദ്ധിമുട്ടായി. ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ആ മുട്ടുവേദന മാറി. 2 കാലിന് ഇപ്പം എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും കാരണം ഒരു പ്രശ്നവുമില്ല. മൂന്നാമത് എൻ്റെ ഹെർണിയയുടെ അസുഖം ഉണ്ടായിരുന്നു. ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൈഡ് പിന്നെ വേദന സ്റ്റാർട്ടായി. അപ്പോൾ അവിടെ ഇതുപോലെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ആ വേദന മാറി, അതിൻ്റെ സിംറ്റംസ് എല്ലാം മാറിക്കിട്ടി. പിന്നെ മൂന്നാമത് ഈ 9 മാസം നാട്ടിൽ നിന്ന് സമയത്ത് വേറെ ജോലിയില്ല ഞാൻ, കാരണം ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുമായിരുന്നു. ആ സമയത്ത് പറമ്പിൽ ചെന്ന ഉടനെ പാമ്പിൻ്റെ പടം കണ്ടാൽ പിന്നെ എനിക്ക് പോകാൻ പേടിയാണ്. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടായി. വീക്കെൻഡ് ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ പാമ്പ് പടം കാണുമായിരുന്നു. പിന്നെ മാതാവിൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ആ ശല്യം ഉണ്ടായിട്ടേ ഇല്ല. അടുത്തതായിട്ട് ഒരു വണ്ടി വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മാതാവ് ആ ആഗ്രഹം സാധിച്ചു തന്നു, ഒരു വണ്ടി വാങ്ങാൻ പറ്റി. അനുഗ്രഹം തന്ന മാതാവിന് 1000, ഈശോയ്ക്ക് 1000 നന്ദി. സ്തുതി. എൻ്റെ പേര് സ്വപ്ന, 30 ലക്ഷറ നെടുമുടി. ഞാൻ വടക്കേമിച്ചേരി ഇടവകാംഗമാണ്. എൻ്റെ മകൾക്ക് എന്താഹാരം കഴിച്ചാലും വയറുവേദനയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൾക്ക് യാതൊരു വിധത്തിലും എന്താഹാരം കഴിച്ചാലും ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ 6 വയസ്സ് മുതൽ 13, ഇപ്പം 19 വയസ്സുണ്ട്, 13 വർഷമായിട്ട് ചെവി പൊട്ടി ഒഴുകി പഴുപ്പ് വരുമായിരുന്നു. ഞാനത് വൃത്തിയാക്കുമ്പോൾ എൻ്റെ കൈ വരെ മണക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം വേദന വന്ന് മരുന്ന് ഞാൻ ഒഴിച്ചില്ല. ഉടമ്പടി തൈലമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ ഒഴിച്ചത്. ഇന്ന് ഈ സമയം വരെ അവളുടെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരും.
അതുപോലെ തന്നെ എൻ്റെ ഒരു സഹോദരി ഗുജറാത്തിൽ, അവളൊന്ന് വീണ് നട്ടല് കിടക്കണമെന്ന് 6 മാസത്തോളം കിടക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവളെ 1 മാസത്തിൽ കൂടുതൽ കിടത്തരുതേ, നീ അവളെ എഴുന്നേൽപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവളുടെ മകൾക്ക് എന്തോ അസുഖമായി അഹമ്മദാബാദിനെ അവൾ ഒരു കുഴപ്പവുമില്ലാതെ പോയി. ഇപ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോംബെയിൽ ജോലിക്ക് ഒരു തടസ്സം വന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടന് ജോലി ശരിയായി, ഒരു കുഴപ്പവുമില്ലാതെ ആ കമ്പനിയിൽ ജോലി കിട്ടി. പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഒരു കൂട്ടുകെട്ടലിലുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പം ആ കൂട്ടുകാരുമായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ലാതെ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഇളയ മകളുടെ കാല് ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു, അലർജി ആയിരുന്നു. അവളുടെ കാല് ചൊറിഞ്ഞു പൊട്ടിയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. എൻ്റെ മകൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾക്ക് ആ അലർജി പൂർണ്ണമായിട്ടും മാറി, ഒരു കുഴപ്പമില്ല. എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സിത്താര ജഗദീഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. 2018 ഞാനൊരു നേഴ്സാണ്. 2018 ഞാൻ OET എക്സാം പാസ്സായിരുന്നു. പക്ഷേ 1.5 വർഷമായിട്ടും എനിക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എൻ്റെ പ്രോസസ്സിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം നടക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞത് കേട്ടിട്ട് അവളുടെ കൂടെ ഞാൻ ഇവിടെ വന്ന് 2019 ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗവും അതുതന്നെയായിരുന്നു, ഓസ്ട്രേലിയ പ്രോസസ്സിങ് എത്രയും പെട്ടെന്ന് സ്പീഡായിട്ട് നടക്കണമെന്നും എനിക്ക് വിസ കിട്ടി പെട്ടെന്ന് പോകാൻ സാധിക്കണമെന്നും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പ്രോസസ്സിങ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ വിസ റിജക്റ്റായി പോയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ ഒട്ടും കൈവിട്ടിരുന്നില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഉടമ്പടി ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ വിസ റിജക്റ്റായെന്ന്. അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നെ അതിനുശേഷം എന്നോട് ഏജൻസിക്കാരും എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോൾ 2 വർഷമുള്ളൂ OET എക്സാമിൻ്റെ വാലിഡിറ്റി, 1.5 വർഷം കഴിഞ്ഞു, ഇനി ആകെ ഒരു 6 മന്ത്സ് എൻ്റെ മുന്നിലുള്ളൂ. ഒരു പ്രാവശ്യം ഒരു കൺട്രിയിൽ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 6 മന്ത്സ് 1 ഇയർ ഒരു ഗ്യാപ്പ് എടുക്കണം, അല്ലെങ്കിൽ വീണ്ടും റിജക്റ്റ് ആവാനായിട്ടൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ പകച്ചു പോയി. ഫാമിലി എല്ലാവരും പറഞ്ഞു വീണ്ടും എക്സാം എഴുതുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും ബെർത്തിൻ്റെ മുകളിൽ നിന്ന് ബുക്സും എല്ലാം എടുത്ത് വീണ്ടും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വീണ്ടും OET എക്സാം പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു ശക്തി, കൃപാസനത്തിൽ പോയി ഒന്നും കൂടി പ്രാർത്ഥിക്കും, വെറുതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഫീസ് കൊടുക്കണ്ട, എന്തായാലും ഈ തവണ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ വന്ന ഞാൻ അവിടെ നിന്ന് നേരെ കൃപാസനത്തിലേക്ക് വന്ന സമയം ആരാധനയുടെ സമയമായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നൈപുണ്യ പരീക്ഷകൾ OET IELTS PT ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ പാസ്സാവാനായിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഒരു എക്സാം പാസ്സായിട്ട് എൻ്റെ സ്കോറ് വേസ്റ്റായി പോകുമല്ലോ, 2 വർഷമായിട്ട് എനിക്ക് ഈ ഒരു ഇതിന് പോകാനായിട്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു ഷൈനി എന്ന് പറഞ്ഞ ആൻറ്റി ഉണ്ട്. ആ ആൻറ്റിയുടെ സഹായത്തോടെ എനിക്ക് അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. എനിക്ക് എന്തായാലും വിസ കിട്ടും എന്നുള്ളൊരു വിശ്വാസമായി. ഏജൻസിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ മതിയെന്ന്. ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് മാതാവ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായാലും തരും. ദൈവത്തിന് എല്ലാവരെക്കുറിച്ച് ഓരോ പദ്ധതികളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ വിത്തിൻ 1 മന്ത് ഞാൻ നെക്സ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ഇമിഗ്രേഷനിൽ വിസയ്ക്ക് എൻ്റെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത അതോടൊപ്പം തന്നെ എൻ്റെ ബയോഡേറ്റയും അതുപോലെ ബാക്കിയുള്ള പാസ്പോർട്ടിൻ്റെ ഫോട്ടോസ്റ്റാറ്റും എല്ലാം സ്റ്റാപ്ലർ ചെയ്ത് ബാക്കിൽ എൻ്റെ നിയോഗം എഴുതിയിട്ട് ഞാനിവിടെ മാതാവിനും ഈശോയുടെ മുന്നിലും സബ്മിറ്റ് ചെയ്തു. ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കേസ് ഓഫീസർ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ആരുമല്ല, എൻ്റെ ഈശോയും എൻ്റെ മാതാവുമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫയൽ നോക്കി എനിക്ക് എന്തായാലും വിസ ഗ്രാൻഡ് ചെയ്ത് ഈശോയും മാതാവും തരുന്നതെന്ന് വിശ്വസിച്ച് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടെ അപേക്ഷയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ വിസ സബ്മിറ്റ് ചെയ്ത അന്ന് മുതൽ എന്നും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ വചനം എഴുതി, ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം എഴുതി. അതോടൊപ്പം
ഞാൻ എന്നെ തന്നെ ഒന്ന് ആത്മവിശകലനം ചെയ്തു. കാരണം എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കണമെങ്കിൽ ഞാൻ എത്രത്തോളം എന്നെ തന്നെ നവീകരിക്കണമെന്ന് ചിന്തിച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് ക്ഷമയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ക്ഷമിക്കാൻ പഠിച്ചു. പിന്നെ എനിക്ക് ഒരു ചേച്ചിയോട് ഞാൻ അധികം സംസാരിക്കില്ലായിരുന്നു. എനിക്ക് വഴക്കൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, സ്വന്തം ചേച്ചിയല്ല, ഒരു റിലേറ്റീവ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ദൈവം പറയാറില്ലേ, നമ്മൾ ഒരാളോട് ശത്രുത ഉണ്ടായിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലോടും ശത്രുത ഉണ്ടെങ്കിൽ അവരോട് പോയി രമ്യതപ്പെട്ട് വന്നതിന് ശേഷം വന്ന് പ്രാർത്ഥിക്കാനല്ലേ പറയാം. അപ്പോൾ നമ്മൾ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അങ്ങനെ വിചാരിച്ച് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് മിണ്ടാൻ പോയി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നീ വെറുതെ പോയി മിണ്ടണ്ട, നിൻ്റെ ഉള്ള വില കളയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് മനുഷ്യരുടെ മുന്നിൽ ഒരു വിലയും കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് കർത്താവിൻ്റെ മുന്നിൽ നല്ലൊരു വില കിട്ടും ഞാൻ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ വിചാരിച്ച് ഞാൻ അവിടെ പോയി ആ ചേച്ചിയോട് സംസാരിച്ചു. 1-2 മണിക്കൂറിനുള്ളിൽ എൻ്റെ വിസ വന്നു. ഇപ്പോൾ എനിക്ക് വിസ കിട്ടി. ഞാൻ ഈ ഫെബ്രുവരി 15 ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അതുപോലെ എനിക്കൊരു മകളുണ്ട്, ഇപ്പോൾ 2.5 വയസ്സായി. ഒരു 4 മാസം പ്രായമുള്ളപ്പോൾ അവൾക്ക് ലെഫ്റ്റ് ഐബ്രോൻ്റെ അവിടെ ഒരു ഡെർമോയിഡ് സിസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഓരോ ഡോക്ടർമാരുടെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1 വർഷം 1.5 വർഷം ആവട്ടെ, അതിനുശേഷം നമുക്ക് സർജറി ചെയ്തത് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സങ്കടമായിപ്പോയി, ചെറിയൊരു കുട്ടിക്ക് ഇങ്ങനൊരു സർജറി ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ രൂപം കുട്ടിയുടെ ഡെർമോയിഡ് സിസ്റ്റ് ഉള്ള ആ ഭാഗത്ത് വച്ച് മുത്തിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ഡെർമോയിഡ് സിസ്റ്റ് അപ്രത്യക്ഷമായി. അതുപോലെ അടുത്തതായിട്ട് എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയമായപ്പോൾ എൻ്റെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്പയറി ആയിപ്പോയി. അപ്പോൾ റിന്യൂ ചെയ്യാതെ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ പോസ്റ്റായിട്ട് റിന്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരുള്ളൂ. അപ്പോൾ ഈ 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 3 മന്ത്സ്, അത്രയും നാളെ എനിക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ലായിരുന്നു. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് തിരുവനന്തപുരത്ത് നഴ്സിംഗ് കൗൺസിലിൽ പോയിട്ട് അവരോട് സംസാരിച്ചു. പക്ഷെ അവരൊക്കെ എന്നോട് പറഞ്ഞു, ഒരു കാര്യമില്ല, എന്തായാലും 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ പോസ്റ്റ് വഴി അയക്കുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആകെ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുകയാണ്. ഞാനപ്പോൾ യൂട്യൂബിൽ ധ്യാനം കണ്ടു വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അയച്ചു. അതയച്ച് റിക്വസ്റ്റ് കൊടുത്ത് ഫോൺ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം നേരെ നോക്കിയപ്പോൾ എൻ്റെ അടുത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് ഓടി വന്നിട്ട് ചോദിച്ചു, കുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നത്, കുറേ നേരം ആയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് റിന്യൂവൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ എനിക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്ത് വെയിറ്റ് ചെയ്യും, ഞാൻ രജിസ്ട്രാറിൻ്റെ അടുത്ത് മോൾക്ക് വേണ്ടി പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോയി സംസാരിച്ച് 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇരിക്കട്ടോ, 5 മണിക്കുള്ളിൽ ബൈ ഹാൻഡായിട്ട് മോൾക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടേണ്ട സർട്ടിഫിക്കറ്റാണ് എനിക്ക് ബൈ ഹാൻഡ് തന്നത്. അത് ഫസ്റ്റ് ടൈമാണ് അവിടെ അവരങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാനൊരു ഹിന്ദു സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, ആ ചേച്ചി ഹിന്ദുവാണ്. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ചേച്ചി ഇവിടെ വന്നപ്പോൾ ആ ചേച്ചിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ചേച്ചിക്കൊരു വിഷമം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേച്ചിയുടെ മകൻ 25-26 വയസ്സായി, വീടിൻ്റെ ഉള്ളിലൊരു 3.5 വർഷമായിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. TV കാണുക, ഇൻ്റർനെറ്റ്, മൊബൈൽ, അങ്ങനെയായിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. ജോലിക്കൊന്നും പോവില്ല, ഒരു ഇതുമില്ലാതെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ ചേച്ചി ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ച് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒപ്പം ഞാനും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ധ്യാനം കൂടിയതിൻ്റെ പിറ്റേ ദിവസം ആ കൊച്ച് അമ്മേനോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആ കൊച്ച് ജോലിക്ക് പോയി. ഇപ്പം നല്ല രീതിയിൽ അവൻ കുടുംബം നോക്കണുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിട്ട് നന്ദി.